റിപ്പോർട്ടറിന്റെ ആ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. മഹിയായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക് പഴയ ചാക്കും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ്. അതിൽ റിപ്പോർട്ടർ നിരന്തരം പോരാട്ടം നടത്തുകയുണ്ടായി. എന്നിട്ട് ആ കേസ് നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. റിപ്പോർട്ടർ ആ കേസിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ കേസ് ഏതാണെന്നല്ലേ? കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ്. അതിലെ നിർണായകമായ വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. കേൾക്കണം. വേറെ ഇപ്പൊ ഞാനൊരു വക്കീല് അല്ലെങ്കിൽ വേറെ ഇപ്പൊ രാമൂല് വേറെ എന്തെങ്കിലും ഒരു വക്കീലാണ് ഇപ്പൊ ഈ കേസിനകത്ത് എന്തെങ്കിലും വരുന്നത് എന്തെങ്കിലും ചെയ്താൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ തീരുവാണ് സംഭവം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അവര് പറയാൻ അങ്ങനെ തീർക്കണ്ട, നിങ്ങൾ കേസ് കൊടുക്കും. എന്ത് ദിലീപേന്റെ അടുത്ത് ഞാൻ എന്താ 1.5 കോടി രൂപയുടെ ആ ഒരു ഇത് കണക്കാ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് നഷ്ടപ്പെട്ടു എന്തോരും. അഴിയെങ്കി അഴി, കയറെങ്കി കയറ്. എത്ര കോടി ഉണ്ടാവും ഇവിടെ തന്നെ ഹൈക്കോടതി 1.5 കോടി കണക്കാണ് ഈ എല്ലാത്തിനും കൊട്ടേഷൻ. 1.5 കോടി രൂപ ആകെ കൊട്ടേഷൻ. 1.5 കോടി രൂപ ആകെ കൊട്ടേഷൻ. ഭയങ്കരം തന്നെ. അത് 1.5 കോടി. പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും 1.5 കോടി. അതറിയില്ല. കാരണം മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. അതെനിക്ക് മനസ്സിലാവും. അത് ഈ 1.5 എനിക്ക് ഈ 1.5 കിട്ടുമെന്ന് പറഞ്ഞ കണക്കിൽ അന്ന് പുള്ളി മേടിക്കണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ദിവസം 60 ദിവസം ഈ ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീമിന്റെ ഇന്ന് മേടിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപ. എന്ത് രസായിരിക്കൂലേ ഒരു പടത്തിന്. ചില ബിസിനസ് ഈ സിനിമാക്കാർ ചെയ്യുന്നത് എൻ്റെ ഒരു പടത്തിന്റെ പൈസ കിട്ടും. ഈ മുട്ടാനങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. ടോട്ടൽ 1.5 കോടി. അതിലൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. കിട്ടി. ആകെ മൊത്തത്തിൽ എത്ര ലക്ഷങ്ങളുണ്ട്? 1.5 കോടി ഇല്ല തരാം. ഇല്ല, ഒരു കോടി തന്നു കഴിഞ്ഞാൽ ഒരു 80 ലക്ഷം അത്രയൊക്കെ ഉള്ളൂ. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. തരാനുള്ളൂ. അത് തന്നാ മതിയായിരുന്നു. അതാണ് ചോദിക്കണേ. ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അതല്ലേ എന്റെ പ്രശ്നം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ കാശ്. തീർന്നു. ചോദ്യം കഴിഞ്ഞു, ഉത്തരവ് കഴിഞ്ഞു, തീർന്നു. കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും. ഞാൻ അത് നോക്കാം. ഇത് ഇങ്ങനെ ഒരു എടുത്തേടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. 1.5 കോടിയുടെ കൊട്ടേഷനിൽ 80 ലക്ഷം ബാലൻസ് ഉണ്ട്. 80 അടുത്തേ ഉള്ളൂ. പിന്നെ കൂടുതലും അല്ല. എന്റെ അധോലോക ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. അന്ന് അവര് അതിന് സെറ്റിൽമെന്റ് തയ്യാറായില്ല. അതിന് കയ്യിൽ നിന്ന് പോയി അതിൽ 7.5 കൊല്ലം ഉള്ളിൽ കിടക്കണം. ഞാൻ തന്നെ എന്നെന്തിനാടാ എന്റെ പിടിച്ചിടുന്നത്? ഇയാള് പോയില്ലേ? ഇടി വരവ് വെച്ചു. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഇതടക്കം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വെളിപ്പെടുത്തലുകളാണ് പൾസ് സുനിയുടേത്. ഇനി നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. യഥാർത്ഥത്തിൽ നടിയെ ആക്രമിച്ച കേസിന്റെ എല്ലാ ചുരുളുകളും അഴിയുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പൾസ് സുനിയുടെ വെളിപ്പെടുത്തലുകൾ? നിങ്ങൾ അതിര് കിടക്കുന്നു. കേസ് തെളിയിക്കാൻ സുപ്രധാനമായ തെളിവുകൾ കൂടി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന് അത് പോലീസിന് കൈമാറുകയും ചെയ്തു. സമാനമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് പൾസർ സുനിയെ നമ്മൾ ഈ ഒളി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കുന്നത്.
റോഷി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിൽ ഈ എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കേണ്ടത് എന്നതുപോലും ഈ എട്ടാമത്തെ പ്രതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന നിലയിൽ വേണം നടിയുമായി ഇടപഴകാൻ എന്നുള്ളതാണ് നടിയോട് ആദ്യം ബ്രീഫ് ചെയ്യുന്നത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ആ സമയത്ത് നടി കരഞ്ഞ് തന്നെ ഇതിൽ ഉൾപ്പെടുത്തരുത്, തന്നെ ആക്രമിക്കരുത് എന്ന് പറയുന്നു. എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് പറയുന്നു. പക്ഷേ ആ പണം വാങ്ങാൻ ഈ പ്രതി കൂട്ടാക്കുന്നില്ല. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ എന്നെ അപ്പൊ അത് ഞാനും ഞെട്ടിയിരിക്കുകയാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് മറ്റൊരു ഫ്ളാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗം നടത്തും എന്നുകൂടി ഈ ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനി പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ എന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ്, പീഡിപ്പിക്കുന്നതിന് മുമ്പ് അതിജീവിതയോട് താൻ പറഞ്ഞിരുന്നു എന്നുകൂടി ഇപ്പോൾ പറയുന്നുണ്ട് പൾസർ സുനി. അതായത് ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായിരിക്കണം. ആ ദൃശ്യങ്ങൾ എടുത്ത് ഈ നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു ഉദ്ദേശം. എന്താ? ഞാൻ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അവൾ വിളിച്ചു വരുത്തിയതാണ്. നടിയുടെ നടക്കാൻ പോകുന്ന നിശ്ചയവുമായി ബന്ധപ്പെട്ട, നിശ്ചയത്തിന് ശേഷം നടക്കാൻ പോകുന്ന കല്യാണം, അത് തടയുകയായിരുന്നു ഈ കൊട്ടേഷൻ നൽകിയവരുടെ ലക്ഷ്യമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? പക്ഷേ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങളല്ല വേണ്ടത്, പകരം സ്വാഭാവികമായ ദൃശ്യങ്ങൾ പകർത്തണം. ഈ നടി സഹകരിക്കുന്നു എന്ന മട്ടിൽ ആ ചിത്രങ്ങൾ തന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സേഫ് ആവുകയുള്ളൂ എന്നുകൂടി കൊട്ടേഷൻ കൊടുത്ത സംഘത്തിനറിയാമായിരുന്നു. ഏതോ വമ്പൻ ടീമാ സ്പോൺസർ ചെയ്യുന്നേ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ ആരാണ് മറുസ്ഥാനത്ത് നിൽക്കുന്നത്, ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ആരുടെ ഗൂഢാലോചനയായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എട്ടാമത്തെ പ്രതിയായ ദിലീപ് 1.5 കോടി രൂപയ്ക്ക് ഈ കൊട്ടേഷൻ, ഈ റേപ്പ് കൊട്ടേഷൻ ഏൽപ്പിച്ചുവെന്നും അതിന് 70 ലക്ഷം രൂപ വാങ്ങിയെന്നും താൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ദിലീപ് പണം നൽകി സഹായിക്കാറുണ്ടെന്നും ആവശ്യപ്പെടുമ്പോഴൊക്കെ പണം കിട്ടിയിട്ടുണ്ട് എന്നുമാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ എവിടെയോ കാണണം. കൊട്ടേഷൻ എത്ര രൂപയ്ക്ക്? 1.5 കോടിക്ക്. എത്ര വാങ്ങി? 70 ലക്ഷം. ഇനി എത്ര കിട്ടാനുണ്ട്? 80 ലക്ഷം. പിന്നിൽ ആരാണ്? 8ാം പ്രതിയായി ദിലീപ് എന്ന് പറയുന്നു പൾസർ സുനി. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടൻ. ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക ഒരു ഗൂഢ സങ്കേതത്തിൽ എന്നെയും എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളെയും എത്തിച്ചു. അവിടെ നിന്ന് സംസാരിച്ചില്ല. എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന്. കുഴപ്പമില്ല. പിന്നീട് വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ അത് വ്യക്തിപരമായ എന്ന രീതിയിൽ പറയുന്നത്. അത് നമ്മൾ ഒളിക്യാമറയിലേക്ക് പകർത്തുന്നു. എന്താ വിശ്വാസമാകുന്നില്ലേ?